ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ മാത്രമല്ല പ്രോഗ്രാമിംഗ് ഇൻ ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഓൾറെഡി ബേസിക് പൈത്തൺ കമാൻഡ്സും അതിൻ്റെ ഫംഗ്ഷൻസും ബിൽറ്റിൻ ആയിട്ടുള്ള പല ഫംഗ്ഷൻസും ഡേറ്റ ടൈപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ട് എങ്ങനെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ക്രിപ്റ്റ് എഴുതാം എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ഒരു കോഡ്, ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നമ്മൾ എഴുതിയ ഒരു കോഡ് മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ അതിനെ പാക്കേജ് ചെയ്ത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്നത്. സോ നമ്മുടെ ബേസ് പൈത്തൻ്റെ ഭാഗമല്ലാത്ത എന്ത് കാര്യവും നമുക്കതുപോലെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡേറ്റാ സയൻസിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് തന്നെ എടുത്താൽ തന്നെ ഒരുപാട് ലൈബ്രറീസ് ഇതുപോലെ മറ്റാളുകൾ ഡെവലപ്പ് ചെയ്ത ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത്. സോ അതുപോലെ നമുക്കും ലൈബ്രറീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ബേസിക്കലി ലൈബ്രറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ ഒരു കാര്യമാണ് വരുന്നത്. അതായത് ബേസ് പൈത്തൻ്റെ ഭാഗമല്ലാത്ത എന്തെങ്കിലും അഡീഷണൽ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷണാലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആ പർട്ടിക്കുലർ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതും ഓരോ ഡൊമൈനിലും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഫൈനാൻസ് ഡൊമൈനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബയോ സയൻസിൽ നിൽക്കുന്നവർക്ക് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ലൈബ്രറിയുടെയും ഡോക്യുമെൻറ്റേഷൻ വായിച്ച് നോക്കി അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. സോ ഡെഫിനറ്റ്ലി ഡേറ്റാ സയൻസ് ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ ലൈബ്രറീസും അതിൻ്റെ യൂസേജും നമ്മൾ മനസ്സിലാക്കും. സോ ഫസ്റ്റ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടാനായിട്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് കീവേഡ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, സോ ഒരു ലൈബ്രറി നമുക്ക് ബേസ് പൈത്തൻ്റെ ഭാഗമല്ലാത്തൊരു ലൈബ്രറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് പലപ്പോഴും ചെയ്യുന്നത്. സോ കീവേഡ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കമാൻഡ് കൊടുക്കാം. സോ ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ ഇത് റൺ ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് ദെൻ ഐ ക്യാൻ യൂസ് ദാറ്റ്. സോ ഈ ഒരു ലൈബ്രറിയുടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ റിസർവ്ഡ് ആയിട്ടുള്ള പല വേർഡ്സും ഉണ്ട്. ഇഫ്, എൽസ്, ഫോർ, പ്രിൻറ്റ് ഇതെല്ലാം റിസർവ്ഡ് വേർഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം നമുക്ക് വേരിയബിൾ നെയിംസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ് നെയിംസ് ആയിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കാരണം ഇതിനെല്ലാം സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. സോ ഈ വേർഡ്സിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഉള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുന്ന ഒരു ലൈബ്രറിയാണ് കീവേഡ് എന്ന് പറയുന്ന ലൈബ്രറി. സോ ഈ ഒരു ലൈബ്രറിയിൽ നിന്ന് നമുക്ക് എന്താണ് ഈ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത കാര്യമെന്നറിയണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ച് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതൊരു മോഡ്യൂളാണെന്നാണ് പറയുന്നത്. സോ ഈ മോഡ്യൂളിൻ്റെ ഭാഗമായിട്ട് ഈ മോഡ്യൂളിൽ എനിക്ക് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ KW ലിസ്റ്റ്, ഇതിലിപ്പം പല ആട്രിബ്യൂട്ട്സ് കാണിക്കുന്നുണ്ട്, ചില ഫംഗ്ഷൻസും കാണിക്കുന്നുണ്ട്. അതിൽ ഇത് രണ്ടും ആട്രിബ്യൂട്ട്സ് ആണ്. സോ KW ലിസ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എനിക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തണിൽ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കീവേഡ്സിൻ്റെയും ഒരു ലിസ്റ്റ് എനിക്ക് കിട്ടും. സോ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു പകുതിയിലധികവും നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലറൈസ്ഡ് ആയിരിക്കും. അതായത് ഫോൾസ്, ട്രൂ, ആൻഡ്, ബ്രേക്ക്, ക്ലാസ്, കണ്ടിന്യൂ, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ കുറേയൊക്കെ കണ്ടു. കുറച്ചൊക്കെ നമ്മൾ കാണാത്ത പുതിയ വേർഡ്സുമുണ്ട്. അത് നമ്മൾ കൂടുതൽ ലെസൺസിലോട്ട് പോകുമ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ബേസിക്കലി ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ മോഡ്യൂൾ എന്താ തരുന്നത്, ജസ്റ്റ് കീവേഡ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ഒരു ആട്രിബ്യൂട്ടിൽ ഉള്ളത്. സോ ഇത് എത്ര കീവേഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പൈത്തണിലെ ഒഫീഷ്യൽ കീവേഡ്സ്, അതിൻ്റെ എണ്ണം നമുക്കുള്ളത് 35 കീവേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇനി വേറൊരു ഫംഗ്ഷൻ, നമ്മളിത് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ വേറൊരു ഫംഗ്ഷൻ ഈ മോഡ്യൂളിൽ നമ്മൾ കണ്ടിരുന്നു. ഈസ് കീവേഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സോ ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. നമുക്കൊരു സ്ട്രിങ്, ഒരു കീവേഡ് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കീവേഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഈഫ് എന്ന് പറയുന്ന കീവേഡ് ഈ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കീവേഡ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ ബട്ട് സ്റ്റിൽ വി ക്യാൻ ചെക്ക് ഇറ്റ് അത് കീവേഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ ഇത് ട്രൂ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് ഞാൻ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഡേറ്റ, സോ ഇതൊരു കീവേഡ് ആണോ, അല്ല, ഫോൾസ് ആണ് എനിക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ബിൽറ്റ് ഇൻ മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ ഫങ്ഷൻസും എക്സാമ്പിൾ
രണ്ട് എക്സാമ്പിൾ നമ്മൾ കണ്ടു. സോ ഇത് ഇമ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇമ്പോർട്ട് ചെയ്യാതെ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇത് ജസ്റ്റ് ലൈബ്രറിയുടെ യൂസേജിൻ്റെ ഒരു വെരി ബേസിക് എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. നമ്മൾ ഇനിയും കൂടുതൽ ലെസൺസിലോട്ട് പോകുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ലൈബ്രറീസ് നമ്മൾ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ, ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ, ഓഡിയോ ഹാൻഡിൽ ചെയ്യാൻ, ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈബ്രറീസ്, ഫ്രീ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ യൂസേജും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്പെസിഫിക് ടു ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇൻ ജനറൽ ലൈബ്രറി എന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. നമ്മുടെ ബേസ് പൈത്തണിലില്ലാത്ത എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചർ ഒരു ഫംഗ്ഷനാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി, അത് വേറെ ആരെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ലൈബ്രറി ആയിരിക്കാം, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും.